ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കെതിരെ CWC മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും. പോക്സോ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. അതിജീവിതയെ സ്വാധീനിക്കാൻ പ്രതികൾ CWC ഓഫീസിലെത്തിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി നന്ദുഷ പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, എന്താണ് ഈ പരാതിക്ക് ആധാരമായ പ്രശ്നങ്ങൾ എന്താണ്? നിഷാദ്, 2024 ഹൈക്കോടതി അഭിഭാഷകൻ തൻ്റെ ഡിവോഴ്സ് കേസുമായി സമീപിച്ച ദമ്പതികളുടെ മകളായ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നൊരു പരാതി ഈ പെൺകുട്ടിയുടെ പിതാവ് പോലീസിന് നൽകുന്നത്. ജില്ലാ പോലീസ് മേധാവിക്കാണ് ഈ പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് ഈ കേസിൽ അന്വേഷണം നടത്താനായി കോന്നി CI SHOയെ SP ചുമതലപ്പെടുത്തിയിരുന്നു. ഈ SHO ഈ പെൺകുട്ടിയുടെ പീഡനം സംബന്ധിച്ച അന്വേഷണത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ പ്രതിയെ രക്ഷപ്പെടാനുള്ള ഇടപെടൽ നടത്തി എന്ന ഒരു ഗുരുതരമായ കണ്ടെത്തൽ ആഭ്യന്തര വകുപ്പ് നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോന്നി DYSP ഈ ശ്രീജിത്ത് എന്ന SHOയെയും കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഷൻ ഉത്തരവിനകത്ത് തന്നെയാണ് ഈ ഒരു പരാമർശമുള്ളത്. CWCയെയും രണ്ട് പ്രതികൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കണ്ടെത്തൽ ഈ ഉത്തരവിൻ്റെ കൂടെ തന്നെ പരാമർശിച്ചിരുന്നു. എന്നാൽ ഈ ഒരു പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ CWC മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ പ്രതികൾ തങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ഈ സ്വാധീന ശ്രമത്തെ സംബന്ധിച്ചുള്ള പരാതി അന്നു തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപാകെ നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിലും കൃത്യമായ നടപടി പോലീസ് കൈക്കൊണ്ടില്ല എന്നാണ് CWCയുടെ വാദം. ഏതായാലും പോലീസും CWCയും തമ്മിലുള്ള ഒരു തർക്കമായി, അല്ലെങ്കിൽ ഒരു തുറന്ന പോരായി ഈ സംഭവം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏതായാലും CWCയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് CWC ജില്ലാ ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിയമ പോരാട്ടത്തിൽ പെൺകുട്ടിക്കൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന നിലപാടാണ് CWC വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളതെന്നും ജില്ലാ ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ പരാമർശിച്ചിരുന്നത് CWC റിപ്പോർട്ട് നൽകാൻ വൈകി എന്നായിരുന്നു. എന്നാൽ യാതൊരു കാലതാമസവും കൂടാതെയാണ് അതിജീവിതയുടെ പരാതി. പത്തനംതിട്ടയിലെ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്നു CWC. അതായത് ഡിവോഴ്സ് കേസുമായി വന്ന ദമ്പതികളുടെ മകളെ പീഡിപ്പിച്ചുവെന്ന കേസിൽ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. ഇതിൽ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ പോവുകയാണ് CWC. വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു കേസാണ് ഇത്.